ഞാൻ എന്താണ് ഇവിടെ പറയേണ്ടതെന്നുള്ളതാണ് എനിക്കറിയാത്തത്. കാരണം ലാൽ സാറിൻ്റെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, മായയുടെയും അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചു. ഇനി അബുവിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കാനുള്ളത്. പിന്നെ അതിലുപരി എനിക്ക് ആൻ്റണിയുടെ മകൻ എന്ന് പറയുന്നത് നമ്മളുടെ മകൻ തന്നെയാണ്. നല്ല ആർട്ടിസ്റ്റാണ്. മായയുടെ പെർഫോമൻസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ബ്ലഡ് അതാണ്. അത് കുറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുള്ളൂ. വളരെ തന്മയത്വത്തോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറയുക, സത്യത്തിൽ മായ അഭിനയിക്കുന്നതായിട്ട് തോന്നില്ല, ബിഹേവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താ പറയുന്നത്, എല്ലാ ആശംസകളും നേരെയാണ്. 7-ാം തീയതി തിയേറ്ററിലെത്തുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ തുടക്കം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച ആൻ്റണി, ലാൽ സാർ, ജൂഡ് മലയാളി, മറ്റേ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. രണ്ടുപേരുടെയും സിനിമാസ് ഡയറക്റ്റഡ് by 2 JJs, Jitu Joseph and Jude Anthony Joseph. പിന്നെ കുറച്ചും കൂടി similarities ഉണ്ട്, but these are the two similarities that I found really interesting. തുടക്കം, അതിൻ്റെ ടൈറ്റിൽ തന്നെ it means beginning, and every beginning carries with it hope, dreams, courage, and everything that you really want to happen. Appo ee oru beginning will not happen with just one person, right? Adu vannittu I wouldn't say that oru film is only the work of one person, because many hands and many hearts come together with one shared vision. So I take this time to congratulate the director, Jude, producer Anthony, the writers, the technicians, the crew, the artists, and every single member of this crew. Thank you for making this happen for my daughter. Now, Maya is very lucky. She's very blessed, I would say, because oru family production house and which helped her realize her dream. അതുപോലെ ഞാൻ എന്നിട്ട് മായൻ്റെ കൂടെ ലൊക്കേഷനിൽ ഐ വാസ് വിത്ത് ഹർ എല്ലാ ദിവസവും ആ സെറ്റിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒരു ഫാമിലി ഔട്ടിംഗ് പോലെ തന്നെയായിരുന്നു. സോ താങ്ക് യു എവ്രി വൺ ഫോർ മേക്കിംഗ് ദിസ്, ഫോർ മേക്കിംഗ് മായ വെരി കംഫർട്ടബിൾ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, തുടക്കം is going to hit the screens on 7th. I hope the audience will embrace it with as much love with which it was made. 1986 കാലഘട്ടത്തിൽ കോട്ടയം വഴി ഞാനും ഈ അജു, ഇന്ന് അജു ലാലേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ ഇവിടെ നടന്നൊരു കാലമുണ്ട്. അന്ന് പോലെ ലാലേട്ടൻ്റെ അതിഭയങ്കര ഫാനാണ് ഞാൻ. അപ്പോൾ 90-ലൊക്കെ സിനിമയിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ലാലേട്ടൻ്റെ ഒരു സിനിമ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത്. മമ്മൂക്കയുടെ കൂടെ തലപതിയിലൊക്കെ അഭിനയിച്ചു. പക്ഷേ 2000 എത്തി അത് സാധിക്കാൻ, രാവണ പ്രഭുവിലൂടെ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിനോട് ഏകദേശം 18 സിനിമ ചെയ്തു. പ്രണവ് സിനിമയിലെത്തിയപ്പോൾ ഞാനെടുത്തു, പ്രണവിൻ്റെ കൂടെ ഒരു സിനിമ കിട്ടിയത് കൊള്ളാം, ലാലേട്ടനോട് അഭിനയിച്ചതല്ലേ. പക്ഷെ പ്രണവിൻ്റെ ആദ്യത്തെ പടത്തിലില്ല, ജിത്തു വിളിച്ചില്ല. ഇത് അതിൻ്റെ റോളൊന്നും കാണില്ല കൊണ്ടായി. എനിവേസ് ആ പടം സൂപ്പർ ഹിറ്റായി. പിന്നെ അതിനുശേഷമുള്ളൊരു സിനിമയിൽ പ്രണവിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചു. വിസ്മയ ഒരിക്കലും സിനിമയിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വിസ്മയുടെ വേറൊരു റൂട്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ വിസ്മയ സിനിമയിലെത്തിയപ്പോൾ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. വലിയ ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളുടെ കൂടെ, അത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബത്തിലെ 3 അംഗങ്ങളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ്. ഈ അവസരം എനിക്ക് ജോഡിനോട് ഒരുപാട് നന്ദി. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്ക് ആൻ്റണി, ഒരുപാട് സന്തോഷം. ആന്റണി കുടുംബത്തിലെ അല്ലെങ്കിൽ
ആശീർവാദിലെ ഒരു അംഗം തന്നെയാണ് ഞാൻ. ആശീർവാദിൻ്റെ ഏകദേശം 7-8 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ തുടക്കം അതിഗംഭീരവും. ആശിഷ് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സീനൊക്കെ കണ്ടു. ഇസ്മയ അസൽ ഇന്റർവ്യൂ ഒക്കെ എന്താ പോപ്പുലാരിറ്റി, ഭയങ്കര കലക്കി കേട്ടോ. ഇന്റർവ്യൂവിൽ തന്നെ സൂപ്പർ ഹിറ്റ് ആണ് ഇപ്പോൾ. ഇനി പടം ഇറങ്ങി അതിൻ്റെ അപ്പുറത്ത് ഹിറ്റ് ആയിരിക്കും കേട്ടോ. ഇവർ രണ്ടുപേർക്ക് ഏറ്റവും വലിയ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.